നിങ്ങളിൽ എത്ര മനുഷ്യർ ഈ നിയോഗത്തിൽ വിശ്വസിക്കുന്നുണ്ട്? നിയോഗം എന്ന് പറഞ്ഞാൽ ഈ കതിർ എന്നെല്ലാം പറയൂലേ നമ്മൾ, അങ്ങനെ ഒരു സംഭവത്തിൽ എത്ര ആൾ വിശ്വസിക്കുന്നുണ്ട്? കൈ ഒന്ന് പൊക്കാവോ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ? ഇപ്പം നേരത്തെ കുട്ടികൾ നിങ്ങളോട് ഇൻറ്ററാക്റ്റീവായിട്ട് സംസാരിച്ചു എന്നല്ലേ പറഞ്ഞത് ബി ടോക്കിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ കൈയൊക്കെ പൊക്കിയിട്ടുണ്ടാവും, അവരോട് അംഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവില്ലേ? അതുപോലെ തന്നെ ഞാനും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദയവായിട്ട് പറ്റുമെങ്കിൽ ആൻസർ ചെയ്യുക. നിങ്ങളിൽ എത്ര പേര് അങ്ങനെ ഒരു നിയോഗത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഭയങ്കര മടിയാ. നമ്മൾ വിചാരിക്കും നമ്മളുടെ കുട്ടികൾ ഭയങ്കര സ്മാർട്ടാവണം, എല്ലായിടത്തും മുമ്പിൽ കയറിപ്പോവണം, എല്ലാവരോടും സംസാരിക്കണം, ഭയങ്കര മുമ്പിൽ എത്തിച്ചേരണം, വലിയ വലിയ ആൾക്കാരാവണം, എവിടെ പോയാലും എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയണം എന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും. പക്ഷേ അങ്ങനെ ഒരവസ്ഥ നമുക്ക് വരുമ്പോൾ നമ്മളോടൊന്ന് കൈപൊക്കാൻ പോലും പറയുമ്പോൾ നമുക്ക് ഭയങ്കര മടിയാണ്, അല്ലെങ്കിൽ മുമ്പിൽ കയറിയിരിക്കാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ നമ്മൾ പിള്ളേരെല്ലാം ചെയ്യണം. വീട്ടിലാരെങ്കിലും അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ പാട്ട് പാടുന്ന കുട്ടിയാണെങ്കിൽ കുട്ടി അവരുടെ മുമ്പിൽ നിന്നിട്ട് പാട്ട് പാടണം, ഡാൻസ് കളിക്കുന്ന കുട്ടിയാണെങ്കിൽ കുട്ടി അവരുടെ മുമ്പിൽ നിന്നിട്ട് ഡാൻസ് കളിക്കണം. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളിൽ പലരും അങ്ങനെ മക്കളോട് പറയാറില്ലേ, അന്ന് പഠിച്ച പാട്ടൊന്ന് പാടിക്കൊടുത്തേ, അല്ലെങ്കിൽ അന്ന് പറഞ്ഞ് സമ്മാനം കിട്ടിയ പ്രസംഗം എന്ന് പറഞ്ഞെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? യെസ് ഓർ നോ? അപ്പം നമ്മൾ കൈപൊക്കാൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് കൈപൊക്കാൻ ഇത്ര മടി? ഒരു പ്രാവശ്യം കൂടി ചോദിച്ചോട്ടെ, എത്ര മനുഷ്യർ നിയോഗങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്? ഇനി ചിലപ്പോൾ നിയോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ. ഇറ്റ്സ് ഓക്കെ, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരാം. ഞാൻ ഒരു 2-3 ദിവസമായിട്ട് മംഗലാപുരത്ത് PA കോളേജിൽ ഒരു വർക്കുമായിട്ട് രാവിലെ വണ്ടിയെടുത്ത് പോവും, വൈകുന്നേരം ഒരു രാത്രി 7 മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചെത്തുക. അത് കഴിഞ്ഞ് പിന്നെയും പിറ്റേ ദിവസം അതേപോലെ പോകും. അങ്ങനെ 3-ാമത്തെ ദിവസം ഇന്നലെ രാത്രി തിരിച്ച് വരുമ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. അത് വന്നത് എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു സുഖമാണോ എന്ന്. ഞാൻ പറഞ്ഞ ആ സുഖമാണ്, എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞാൽ തിരിച്ച് വരുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് നിന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം എന്നോട് ചോദിച്ചു നാളെ എന്താ പരിപാടി എന്ന്. അപ്പം ഞാൻ പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോഴാണ് മൂപ്പര് എന്നോട് പറയുന്നത്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്കൂളുണ്ട്, സ്കൂളിലൊരു പ്രോഗ്രാമുണ്ട്, ആ പ്രോഗ്രാമിനൊന്ന് പോകാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഞാൻ അവനോട് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല അവൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, ബിക്കോസ് ഇതുവരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഈ 3 ദിവസമായിട്ട് ഈ ചൂടിന് വണ്ടി ഓടിച്ചിട്ട് ആകെ കൂടി എല്ലാം പൊള്ളി ഒരു പരുവത്തിലായിട്ട് ശരിക്കും ഒന്ന് സുഖസുന്ദരമായിട്ട് വീട്ടിൽ കാല് നീട്ടി കിടക്കാമെന്നൊക്കെ വിചാരിച്ചൊരു ദിവസമായിരുന്നു. ബട്ട് സ്റ്റിൽ സ്കൂളുകളിൽ പോകുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ കുട്ടികളെ കാണുക എന്നുള്ളത് അതിനേക്കാളും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. പാരൻസിനോട് സംസാരിക്കുക എന്നുള്ളത് അതിലും ഏറെ സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വരാമെന്ന്. ഞാനപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. കാസർഗോഡ് അധികം പ്രോഗ്രാംസ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല, വളരെ ചൂസി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു നജീബ് സാറിൻ്റെ കോളേജിൽ ഞാൻ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യമാണ്. അത് പ്രീ മാരിറ്റൽ സെഷൻ എടുക്കാനായിരുന്നു, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ വേറെ കുറേ പ്രോഗ്രാംസിനൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് അതിനുശേഷമുള്ള പ്രോഗ്രാമാണ്. ഇനി ഇവിടെയുള്ള കുട്ടികളുടെ ടാലൻറ്റ് ഹണ്ടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതിനു മുമ്പ് എൻ്റെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഒരുപാട് അവരുടെ പിന്നാലെ നടക്കാൻ സമയവും സന്ദർഭവും ഉണ്ടാക്കിയ ഒരു പാരൻ്റാണ് ഞാൻ. അങ്ങനെ ഒരു സമയവും സന്ദർഭവും ഉണ്ടാക്കിയത് കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് എവിടെ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ, എവിടെ എത്തണമെന്ന് അവരാഗ്രഹിച്ചോ അവിടെ എത്താൻ പറ്റി. പക്ഷെ നമ്മളുടെ സ്കൂൾ കാലം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളോടൊപ്പം ഇരുന്ന് പഠിച്ച, നല്ല മാർക്ക് വാങ്ങിയ, വളരെ വലിയൊരു സ്ഥാനത്ത് എത്തിച്ചേരുന്ന നമ്മൾ വിചാരിച്ച പല മനുഷ്യരും എവിടെയും എത്തിച്ചേരാതെ ഒന്നുമായി പോകാതെ അവസാനിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ആൾക്കാർ? നിങ്ങൾ സ്കൂളിൽ ഫസ്റ്റ് റാങ്കൊക്കെ മേടിച്ചിട്ട് ഒന്നും ആവാതെ വീട്ടിനകത്ത് ഒതുങ്ങിപ്പോയ ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കുട്ടികളാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മളെ കുട്ടികളാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതല്ല, അവരെ ഓരോരുത്തരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ വ്യക്തികളായിട്ട് മാറണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളാവണം അല്ലേ? എല്ലാവരും അവരവരുടെ ജോലിയിൽ
പ്രഗത്ഭരാവണം, എല്ലാവരും ഒരുപാട് പൈസ ഉണ്ടാക്കണം, എല്ലാവരും ഒരുപാട് പേരുണ്ടാക്കണം, നല്ലത് പറയിപ്പിക്കണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഓക്കെ, ഒരു കാര്യം കൂടി പറയാം. ദയവായിട്ട് ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ സമയത്തിന് വില തരിക. നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ശബ്ദമുണ്ടാക്കാതിരിക്കുക. ഒരാളൊരു സ്ഥലത്തേക്ക് വരുന്നത് അവരുടെ എനർജിയും അവരുടെ ടൈമും അവരുടെ എല്ലാം കൂടി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദയവായിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്യുക, ആ സമയത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക. പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഔട്ട്, ബട്ട് ഇഫ് യു ആർ സിറ്റിംഗ് ഹിയർ പ്ലീസ് റെസ്പെക്ട് ദ ടൈം. സോ ഞാൻ പറഞ്ഞു വന്നിരുന്നത് നമ്മളുടെ ഒരു വിഷയത്തെക്കുറിച്ചിട്ട്, നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് വേദനിച്ചൊരു വിഷയത്തെക്കുറിച്ചിട്ട് നമ്മളുടെ പാരൻസിനോട് നമുക്ക് എത്ര പേർക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവും? നമ്മളുടെ ചെറുപ്പത്തിൽ നമുക്ക് അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടോ നമ്മൾ കടന്നുപോയ പല സംഗതികളെ കുറിച്ചിട്ടോ നമ്മളുടെ പാരൻസിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ കുറച്ചും കൂടി പ്രായമുള്ള മനുഷ്യരോടാണ് ചോദിക്കുന്നത് കേട്ടോ, ചെറിയ കുട്ടികളോടല്ല. ഇപ്പം കുട്ടികൾ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന പാരൻസിനോടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തവർക്ക് കൈപൊക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഐ വോണ്ട് ടു ആസ്ക് യു ഇസ്, നമ്മളുടെ കാലത്ത് നമ്മൾ കടന്നുപോയ പല ബുദ്ധിമുട്ടുകളും നമ്മളുടെ പാരൻസിനോട് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അപ്പം എന്താണ് പ്രതീക്ഷിച്ച്, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ വിശ്വസിക്കുമോ എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, ഇവരെന്നെ കുറ്റപ്പെടുത്തുമോ എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി മാത്രം ഏത് രീതിയിൽ കള്ളം പറയണമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഇല്ലേ? ഒരുപാട് പ്രാവശ്യം ആരെങ്കിലും വന്നിട്ട് കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ എന്നുള്ള പേടിയിലൊക്കെ നമ്മൾ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ കുട്ടികൾ നമ്മളോട് വന്നിട്ട് പറയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള സ്പേസ് നമ്മൾ നമ്മുടെ വീട്ടിൽ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ എന്തെങ്കിലും അവർ നമ്മളോട് പറയുമ്പോൾ അടങ്ങിയിരുന്നിട്ട് അവർ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ നമുക്കുണ്ടോ എന്നുള്ളതും നമ്മൾ ആലോചിക്കണം. അവർ പറയുന്നതിന് മുമ്പേ വെറുതെ അല്ലല്ലോ, നീ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ, നീ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ എന്ന രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുന്നതെങ്കിൽ നമ്മളുടെ കുട്ടികൾ നമ്മളോട് വന്നിട്ടൊന്നും പറയില്ല. ഇനി അഥവാ പറയുകയാണെങ്കിൽ അവർ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടുള്ള കള്ളങ്ങളൊക്കെ മെനഞ്ഞിട്ട് മാത്രമേ നമ്മളോട് പറയുള്ളൂ എന്നുള്ളത് സത്യമാണ്. നിങ്ങൾ എത്ര വിചാരിച്ചാലും കുട്ടികൾക്ക് സത്യം പറയാനും കള്ളം പറയാനും അതിൻ്റെ രണ്ടിൻ്റെയും ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാവില്ല. നമ്മൾ നരകത്തിൽ പോകുന്നൊക്കെ എത്ര പഠിപ്പിച്ചു കൊടുത്താലും കുട്ടികൾ പറയും. കാരണം നമ്മുടെ കാലത്ത് നമ്മളോട് ഇതിനേക്കാളും കൂടുതൽ നരകത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന ഈ വെറും നരകം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളെ കാലത്ത് പണ്ട് എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള, എന്തെല്ലോ പൊടിയെല്ലാം ഇങ്ങനെ ഒരു ടൈൽസിനെയൊക്കെ നമ്മളിങ്ങനെ ഉരച്ച് വെച്ചിട്ട് അതിൻ്റെ പൊടിയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ 101 പ്രാവശ്യമാക്കിയാൽ പഠിച്ചോനെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ മണ്ടത്തരം പോലും നമ്മൾ കാണിച്ച മനുഷ്യരാണ്. കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എത്രയോ മുടിനാരിനെ എത്രയോ പ്രാവശ്യം ഇങ്ങനെ വലിച്ച് അതിനേക്കാളും ചെറിയ പാലത്തിൽ കൂടെ നടക്കുമ്പോൾ തടിയിലിങ്ങനെ തീ ഉണ്ടാവും, അതിനകത്തേക്ക് വീഴുന്നൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ കള്ളം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രയോ അച്ചാറ് കട്ട് തിന്നിട്ടുണ്ട്, എത്രയോ 50 പൈസയും 5 രൂപയൊക്കെ കട്ടിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് എന്തൊക്കെയോ കുരുത്തക്കെട്ടുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കള്ളം പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ വളരെ ചെറിയ നിഷ്കളങ്കമായിട്ടുള്ള കള്ളങ്ങൾ പറഞ്ഞ മനുഷ്യരാണ് നമ്മൾ. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളും പറയില്ല എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. അത് നമ്മളുടെ മക്കൾ മോശമായത് കൊണ്ടല്ല, അവർക്കറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് അവർക്കറിയാത്തത് കൊണ്ട്. എസ്പെഷ്യലി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കുട്ടികൾ നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പറയണ സമയത്ത് നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പാരൻസ് ആണെങ്കിൽ ഒരു കാലത്തും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് സത്യം വന്നിട്ട് പറയില്ല. അത് ഞാൻ ഗ്യാരണ്ടി ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. മക്കൾ പറയുമ്പോൾ ആക്റ്റീവായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്നവർ പറയുന്നത് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കാം, ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായിരിക്കും പറയുന്നത്, വളരെ ചെറിയ, പക്ഷെ അവർക്കത് വലിയ കാര്യമാണ്. ആ വലിയ കാര്യങ്ങൾ അവർ വന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ നാളെ അവരുടെ വലിയ കാര്യങ്ങൾ ഒരുപക്ഷെ അവർ നമ്മളോട് പറഞ്ഞില്ലെന്ന് വരും.
ഒരുപാട് മനുഷ്യർ ഇപ്പം നിങ്ങൾക്കിടയിൽ തന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് വളരെ ഡീസൻ്റായിട്ട് നിങ്ങളോട് എല്ലാവരും പെരുമാറിയിട്ടുണ്ടോ? നമ്മൾ കോളേജിൽ പോകുന്ന സമയത്ത്, നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തും നമുക്ക് ചുറ്റുമുള്ള എത്രയോ മനുഷ്യർ, പുറത്ത് കാണുന്ന എത്രയോ മനുഷ്യർ, അകത്ത് കാണുന്ന എത്രയോ മനുഷ്യർ, കുടുംബത്തിലുള്ള എത്രയോ മനുഷ്യർ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും നമ്മളുടെ പാരൻസിനോട് പോലും തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല അത് ശരിയല്ല എന്നുള്ളത്. നമ്മളുടെ ശരീരത്തിൻ്റെ ഓട്ടോണമി അത് എനിക്ക് മാത്രമുള്ളതാണ്, എന്നെ ആരും തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ ഞാനത് അപ്പം തന്നെ എൻ്റെ പാരൻസിനോട് പറയണം. അത് ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെന്ത് ചെയ്തു കഴിഞ്ഞാൽ, എത്ര അടുപ്പമുള്ള ആൾക്കാരാണെങ്കിൽ പോലും അത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ളത് നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊന്നും അറിയുകയില്ല. ഒരു അബ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു. ഹരാസ്മെൻറ്റ്, മലയാളത്തിൽ എന്താണ് പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കേൾക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഒരേ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ്, സെക്ഷുവലായിട്ടുള്ള പീഡനത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. വേർബലിയുള്ള ഹരാസ്മെൻറ്റ് ഉണ്ട്, കണ്ണുകൊണ്ട് നോട്ടം കൊണ്ട് പോലും ഹരാസ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫിസിക്കലി ഉള്ള ഹരാസ്മെൻ്റ് ഉണ്ട്, ഫിനാൻഷ്യലി ഉള്ള ഹരാസ്മെൻ്റ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള ഹരാസ്മെൻറ്റും ഉണ്ട്. പല മനുഷ്യരും കുറേ കാലം കഴിഞ്ഞിട്ട് പറയുന്നില്ലേ, ഇത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയി ഇന്നയാളുടെ കെണിയിൽ വീണിട്ടെന്ന്. വളരെ നല്ല മനുഷ്യരായിരുന്നിരിക്കണം ചിലപ്പോൾ, പക്ഷെ എന്നിട്ടും അവരെന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? കാരണം ചെറിയ പ്രായം മുതലേ അവരെ ആരും ട്രെയിൻ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ടാലൻറ്റ് സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടിരിക്കുന്നു. ഈ ചെറിയ പ്രായത്തിൽ ജനിക്കുമ്പോഴേ ആരും ഭയങ്കര ഉഷാറായിട്ട് ജനിക്കുന്നൊന്നുമില്ല. സച്ചിൻ ടെണ്ടുൽക്കർ ഒന്നും ജനിക്കുമ്പോൾ തന്നെ ക്രിക്കറ്റർ ആവുന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ആൻഡ്രെ അഗാസി വെറുത്തതാണ് ടെന്നീസിനെ, എന്നിട്ട് പോലും പുള്ളിക്കാരൻ ലോകത്തിലെ ഏറ്റവും വലിയ ടെന്നീസ് പ്ലെയറായി. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ സ്കിൽ. എന്ത് സംഭവങ്ങളും മെല്ലെ 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 വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചെടുക്കുകയാണെങ്കിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഓരോരോ സ്കില്ലും. കോൺഫിഡൻസ് അതിൽ ആദ്യത്തെ സ്കില്ലാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരാൾ വന്നിട്ട് സ്റ്റേജിൻ്റെ മുകളിൽ, ഓൾ ജനിക്കുമ്പോഴേ അങ്ങനെ തന്നെ, സ്കൂളിൽ പഠിക്കുമ്പോഴേ ഭയങ്കര സ്മാർട്ട്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ, എന്നെ കൊണ്ടൊന്നും കയ്യിലപ്പാന്ന്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യർക്കും പറ്റും. ഒന്നിനും കൊള്ളൂല എന്ന് നമ്മൾ വിചാരിച്ച പല മനുഷ്യരും ചിലപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിലും മുനിസിപ്പാലിറ്റി ഇലക്ഷനിലും ഒക്കെ നിന്നിട്ട് ജയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യരായിട്ട് പെരുമാറുന്നതും സംസാരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അത് സംഭവിക്കണത്? അവർക്ക് ചുറ്റുമുള്ള മനുഷ്യർ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, നിന്നെക്കൊണ്ട് പറ്റും എന്നവരോട് പറയുമ്പോൾ അവർ വീണ്ടും വീണ്ടും അവരുടെ സ്കില്ലിനെ മൂർച്ച കൂട്ടിയെടുക്കുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള മനുഷ്യരായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെയാണ് കുട്ടികൾ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വീട്ടിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു കല്യാണത്തിന് പോകാൻ നേരത്തെ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നമ്മളെ മക്കളെ മുമ്പ് തന്നെ ചോദിക്കും, ഈ ഡ്രസ്സ് ഉമ്മക്ക് ചേരുന്നുണ്ടോ? എന്നിട്ട് കുട്ടി ആന്നൊക്കെ പറയും. അപ്പോൾ പറയും, എൻ്റെ ഈടെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട്, എൻ്റെ ഇപ്പുറം ഇങ്ങനെ ആയിട്ടുണ്ട്, ഇതിങ്ങനെ തൂങ്ങുന്നുണ്ട്, വയറ് കുറച്ച് പൊന്തിയിട്ടുണ്ട്, തീരെ ചേരുന്നില്ല, ഈ ഡ്രസ്സ് പറ്റിയില്ല, ഞാൻ വേറെ ഒരെണ്ണം എടുത്തിട്ടിടാം. ഓക്കെ, അത് പറയും. പിന്നെ നമ്മൾ വേറെ ചെയ്യുക എന്താ വെച്ചാൽ, കുട്ടികൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ പറയും, നിൻ്റെ ഇവിടെ തടി വെച്ചതുകൊണ്ട് ഈ പാൻറ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, മറ്റേ സ്ഥലം ഇങ്ങനെ ആക്കി കിടക്കുക, ആ മുടി നീര് തീരെ ശരിയില്ല, ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, ഇത് ഭയങ്കര വൃത്തികേടാണ് കാണാൻ. കുട്ടികളോട് നമ്മൾ പറയുന്ന ഓരോരോ വാക്കും കുട്ടികളുടെ ബ്രെയിനിൽ പോയിട്ട് അവിടെ രജിസ്റ്ററായി കിടക്കുകയാണ്. ഈ കല്ലിലൊക്കെ കൊത്തിവെച്ച അക്ഷരങ്ങൾ പോലെ അവരുടെ ബ്രെയിനിൽ അത് അവിടെ രജിസ്റ്ററായിട്ട് കിടക്കും. നമ്മൾ അവരോട്, നീ കറുത്തിട്ടാണ്, നീ ഒന്നിനും കൊള്ളാത്തതാണ്, നീ മെലിഞ്ഞിട്ടാണ്. തടിച്ച കുട്ടികളെ നമ്മൾ ഉണ്ടച്ചി അങ്ങനെയൊക്കെ വിളിക്കും, മെലിഞ്ഞ കുട്ടികളെ നമ്മൾ അതിന് പറ്റിയിട്ട് വേറെ എന്തൊക്കെയോ വിളിക്കും, കറുത്ത കുട്ടികളെ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും വിളിക്കും, വെളുത്ത കുട്ടിയാണെങ്കിൽ അങ്ങനെ വിളിക്കും, മോട്ട് ഉള്ള അല്ലെങ്കിൽ കാലിന് മുടന്തുള്ള കുട്ടികളെ നമ്മൾ ആ രീതിയിൽ എന്തെങ്കിലും വിളിക്കും. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ തമാശയാണ്. ഇതൊന്നും തമാശയല്ല. ഇതെല്ലാം കുട്ടികളുടെ മനസ്സിൽ വലിയ വലിയ മുറിവുകൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് കുട്ടികളെ ബഹുമാനിക്കാൻ പഠിക്കുക. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ചെറിയ പ്രായത്തിൽ എൻ്റെ കുട്ടികളെ വിളിക്കുക നിങ്ങൾ എന്നാണ്.
ഞാൻ നീന്ന് വിളിച്ചിട്ട് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല, ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അവർ മറ്റു മനുഷ്യരെയും ഒരിക്കലും നീ എന്ന് വിളിച്ചിട്ടില്ല. അവർ ബാക്കിയുള്ള മനുഷ്യരെയും അതേപോലെ നിങ്ങളെന്ന് വിളിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അങ്ങനെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള റെസ്പെക്റ്റ് മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള വിജയങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ കുട്ടികളൊക്കെ നേടിയിട്ടുള്ളത്. അത് വെറുതെ അല്ല, അതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്ക് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം സെറ്റായി എന്നാണ്. നോ, if you are not prepared to be a parent, you are not going to be a good parent. പ്രിപ്പയർ ആവുന്നില്ല, പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടായി, ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത പല മനുഷ്യരുണ്ട്. അവർക്കുണ്ടായ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ഭയങ്കര വിഷമാണ്. പല കുട്ടികൾക്കും പഠിത്തം കഴിഞ്ഞ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിയുമ്പോൾ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ എല്ലാ വിഷമങ്ങളും തീർക്കുന്ന ഈ കുട്ടിയോടാണ്. ശരിക്കും ഹസ്ബൻഡിനോട് വന്ന ദേഷ്യത്തിന് അയാളെ തല്ലാൻ പറ്റാത്തതിന് കുട്ടികളെ തല്ലുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ശരിക്കും കുട്ടിക്ക് കൊള്ളേണ്ട തല്ല് കൊള്ളേണ്ടത് അയാൾക്കായിരുന്നു. അതുകൊണ്ട് പക്ഷെ നിങ്ങൾക്കും ഇങ്ങോട്ട് തിരിച്ചു കൊള്ളുന്നുള്ള ബോധം ഉണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങളത് ചെയ്യാത്തത്. കുട്ടി തിരിച്ചടിക്കുമായിരുന്നുവെങ്കിൽ നമ്മൾ കുട്ടികളെ തല്ലുമോ? ഇല്ല. അപ്പം നമ്മളെക്കാളും താഴെയുള്ള മനുഷ്യരെ നമുക്ക് ബഹുമാനമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ബഹുമാനിക്കാത്തത്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അവരെ പണിഷ് ചെയ്യുന്നത്, വിച്ച് ഇസ് വെരി 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 റോങ്. നമ്മളുടെ കാളും ചെറുതാണെങ്കിലും നമ്മളെക്കാളും വലുതാണെങ്കിലും നമ്മൾ കുട്ടികളെ ബഹുമാനിക്കാൻ വേണ്ടി പഠിക്കുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യരായിട്ട് വളരാൻ വേണ്ടി പറ്റും. പിന്നെ പല മനുഷ്യരും വീട്ടിൽ കുട്ടികൾ കഴിക്കാത്ത ഭക്ഷണം ഉണ്ടാക്കാറില്ല. നമ്മൾ വീട്ടിൽ നിന്ന് എന്താണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ രീതിയിലാണ് നമ്മുടെ കുട്ടികൾ വളരുക. അവർ കഴിക്കാത്ത ഭക്ഷണം ഉണ്ടാക്കുകയില്ല. ഇനി അവർ കഴിക്കുന്നില്ലെങ്കിൽ വേറൊരു സാധനം ഉണ്ടാക്കും. കുട്ടികൾ ചിലപ്പം പറയും എനിക്കിന്ന് അത് വേണ്ട, എനിക്ക് ചിക്കൻ മതി, എനിക്ക് മാഗി മതി. അപ്പം തന്നെ അത് ഉണ്ടാക്കി കൊടുക്കുന്ന പാരൻസ് ഉണ്ട്. ഇന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നാളെ ഇവരെ ഇത്രയും നല്ല സ്കൂളുകളിലേക്ക് പഠിപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് അവർ പോകുമ്പോൾ അവരാഗ്രഹിച്ച രീതിയിൽ അവർക്ക് അവിടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമോ? നടക്കൂല. ആരും തന്നെ ആ രീതിയിൽ ജോലിക്കൊന്നും ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വന്ന മനുഷ്യരെ എടുക്കാറില്ല. ഇനി അഥവാ എടുത്താൽ തന്നെ 2-3 മാസത്തിനുള്ളിൽ എല്ലാത്തിനെയും ഇപ്പോൾ പറഞ്ഞു വിടും, പിരിച്ചു വിടും. ഇങ്ങനത്തതിനൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അത് എവിടെ നിന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്? നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് പഠിപ്പിക്കേണ്ടത്. സംസാരിക്കുന്ന രീതിയിൽ ചിലർ വീട്ടിൽ സംസാരിക്കുന്നത് കണ്ടെങ്കിൽ ഭയങ്കര വിഷമം തോന്നും. ഉമ്മാനെയൊക്കെ നീന്ന് വിളിച്ചിട്ട് സംസാരിക്കും, ഭയങ്കരമായിട്ട് റൂഡായിട്ട് സിബ്ലിങ്സിനോട് സംസാരിക്കും. സിബ്ലിങ്സ് ഇൻ ദ സെൻസ് അവരുടെ സഹോദരന്മാരോട് സംസാരിക്കും. ഭയങ്കര തല്ല് നടക്കും വീട്ടിനകത്ത്. ഒരാളുടെ മുടി പിടിക്കുന്നു, മറ്റേയാൾ ചൂലെടുത്തുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ തല്ലുകൂടുന്ന പല കുട്ടികളും ഉണ്ടാവുന്നുണ്ട്. ചില ആൾക്കാർ മൈൻഡ് ചെയ്യൂല. 2 ഇപ്പുറത്തുള്ളതിന് കൊടുത്ത് 2 അപ്പുറത്തുള്ളതിന് കൊടുത്ത് എന്നിട്ട് 2 2 ഭാഗത്തേക്ക് അരയാനും വിട്ടിട്ട് പോയി. ഇത് എന്ത് കാരണം കൊണ്ട് ഇത് ഉണ്ടായി? എന്തിനാണ് ഇവർ തല്ലുകൂടിയത്? എവിടെയാണ് റൂട്ട് കോസ് എന്ന് പോലും പരിശോധിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ എന്തെങ്കിലും നമുക്ക് സമയം വേണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും തിരക്കേറില്ല, ഒരു ബോധ്യവും ഇല്ലാതെ മൊബൈൽ എടുത്തിട്ട് കൊടുത്ത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ മൊബൈലിൻ്റെ ലൈറ്റ് പോലും കാണാൻ പാടില്ല. ഈ മൊബൈലിൽ ഇങ്ങനെ നമ്മൾ ഓണാക്കുമ്പോൾ കാണുന്ന ഈ ലൈറ്റില്ലേ, ഇതുപോലും കുട്ടികൾ 2 വയസ്സിന് താഴെയുള്ളത് കാണാൻ പാടില്ല. കാരണം അത് അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നു. നമ്മുടെ ചെറിയ പ്രായത്തിലുണ്ടായ പോലെയാണോ നമ്മളുടെ കുട്ടികളിപ്പോൾ? നമ്മൾ ചെറിയ പ്രായത്തിൽ മൊബൈൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ ചെറിയ പ്രായത്തിൽ ബാത്റൂമിൽ പോയിട്ട് പാട്ടയും ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് പാട്ടയോടെ ഇങ്ങനെ കോരിയിട്ട് കുളിച്ച മനുഷ്യന്മാരാണ്. ഇന്നത്തെ കുട്ടികൾ ബാത്റൂമിൽ എന്തിനാണ് ആ സാധനം വെക്കുന്നതെന്ന് ചോദിക്കും നമ്മളോട്. ആരെങ്കിലും ആ സാധനം ഉപയോഗിക്കാറുണ്ടോ? ഷവർ ഓണാക്കുന്നു, കുളിക്കുന്നു, പോകുന്നു. ഒരു പ്രാവശ്യം സത്യം പറയാലോ, ഒരു പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ച് എവിടെയോ ഇതിന് പോയപ്പോൾ, വെക്കേഷന് പോയപ്പോൾ അവിടെ ബാത്റൂമിൽ മഗ്ഗും ബക്കറ്റും കണ്ടപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ഫാമിലിയിൽ കുട്ടി ചോദിച്ചിട്ടാ ഇതെന്താ സാധനം എന്ന്. കാരണം അവർക്കത് അറിയില്ല. നിങ്ങളിൽ പല മക്കൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. നമ്മളോട് ഇപ്പോൾ ചിലപ്പോൾ ഒലക്കിയ മോരലും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളുടെ മക്കൾക്ക് മനസ്സിലാവുമോ? മനസ്സിലാവില്ല. പണ്ട് ഞങ്ങളൊക്കെ വലിയ അരക്കുന്ന കല്ലിൽ ഇങ്ങനെ അരച്ചിട്ടാണ് പത്തലി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാവുമോ?
മനസ്സിലാവില്ല. എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു വിഷയം നമ്മൾ അറിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിക്ക് മനസ്സിലാവുമോ? വീഡിയോ കോൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിക്ക് മനസ്സിലാവുമോ? ഒരു കാലത്തും മനസ്സിലാവാൻ പോകുന്നില്ല. കാരണം അവർക്കറിയില്ല. അവർക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. കറണ്ട് ഇല്ലാത്ത, ലൈറ്റ് ഇല്ലാത്ത, കാറുകളില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു എന്നൊന്നും അവർക്കറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ ഇപ്പോഴത്തെ രീതിക്കനുസരിച്ചിട്ട് വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നല്ല സ്കൂളുകളിൽ വിടുന്നത് നല്ല കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നു സ്കൂളുകാർ പഠിപ്പിക്കുന്നു. സ്കൂളുകാർക്ക് ഒരു പീരീഡ് 50 മിനിറ്റ്സിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ അറ്റൻഷൻ സ്പാന് 8 മിനിറ്റ്സ് ആണ്. 8 മിനിറ്റ്സ് ഏറ്റവും കൂടിപ്പോയാൽ. കുട്ടികളുടേതാണെങ്കിൽ അത് 50 സെക്കൻഡ്സ് ടു 1-2 മിനിറ്റ്സ് മാത്രമായി മാറി. പിന്നെ അതിലും കഴിഞ്ഞ് കുറച്ച് കാലം കൂടി കഴിഞ്ഞ് ഇപ്പം 30 സെക്കൻഡ്സ് ആണ് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ. ഇതെന്തുകൊണ്ടാണെന്നറിയോ? റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് 30 സെക്കൻഡ്സിൻ്റെ റീൽസ് വന്നതിന് ശേഷം കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. അതേപോലെ ഈ മൊബൈൽ ഫോണിൽ കാണുന്ന ലൈറ്റും അതിൻ്റെ ആ ഒരു സൗണ്ടും ഇതൊന്നും കുട്ടികളുടെ ബ്രെയിനിന് എടുക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്താണ്. ഇതൊക്കെ പോയിട്ട് ഈ കുട്ടീൻ്റെ ബ്രെയിനിനെ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെയാണ് ഷുഗർ കൺസംഷൻ. നമ്മൾ കുട്ടികളോടുള്ള സ്നേഹം കൂടുമ്പോൾ ചെയ്യുന്നത് കിൻഡർ ജോയ് വാങ്ങിക്കൊടുത്തും, കിൻഡർ ബ്യൂണോ വാങ്ങിക്കൊടുത്തും, കുനാഫ വാങ്ങിക്കൊടുക്കും, കിറ്റ് കാറ്റ് വാങ്ങിക്കൊടുക്കും, പഞ്ചിൻ്റെ ബോക്സ് തന്നെ വാങ്ങിക്കൊടുക്കും. ഷുഗർ ഇസ് പോയിസൺ. ഷുഗർ ബ്രെയിനിനെ ഇത്രയും മോശമാക്കുന്ന ഒരു സാധനമാണെന്നുള്ളത് എത്ര ആർട്ടിക്കിൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. അപ്പം ചോദിക്കും ബെല്ലം നല്ലതല്ലേ എന്ന്. ബെല്ലം നല്ലതെന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ബെല്ലത്തിനെ കുറച്ച് ക്ലോറിനെല്ലാം ഇട്ടിട്ട് വൃത്തിയാക്കി വെളുപ്പിച്ചതാണ് പഞ്ചസാര. ബെല്ലം അത്ര വലിയ നല്ല സാധനം എന്ന് വിചാരിക്കേണ്ട. ബട്ട് സംവെയർ യു ക്യാൻ യൂസ് ഹണി. അത് പിന്നെയും കുറച്ചും കൂടി നല്ലൊരു സാധനമാണ്. പറ്റുന്നത്രയും ഷുഗർ കൺസംഷൻ കുറയ്ക്കുക. നമ്മൾ എത്ര കണ്ടിട്ട് വീഡിയോ വ്ളോഗ്സ് കാണുമ്പോൾ ഭയങ്കര പുഡിങ്, ആ പുഡിങ്, ഈ പുഡിങ്, ഈ കേക്ക്, ആ കേക്ക്, പഞ്ചസാരയിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഈ റമദാനിലാണെങ്കിൽ പിന്നെ പഞ്ചസാരയിൽ ഇങ്ങനെ മുഴുകുകയാണ് മനുഷ്യന്മാർ, അതിലിങ്ങനെ കുളിക്കുക. അങ്ങനെ ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ മന്ദതയാണ് ബ്രെയിനിനുണ്ടാവുക, ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നിട്ട് നിങ്ങളൊക്കെ ആലോചിക്കും, ഞാൻ എന്തിനാ ഇപ്പോൾ സ്റ്റോർ റൂമിൽ വന്നേ, ഞാൻ എന്തിനാ ഇപ്പോൾ ഫ്രിഡ്ജ് തുറന്നേ, ഞാൻ എന്തിനാ ഇപ്പോൾ റൂമിലേക്ക് വന്നേ? ഹൗ ഈസ് ഇറ്റ് ഹാപ്പനിങ്? മെൻ്റൽ ഫറ്റീഗ് ബിക്കോസ് ഓഫ് കൺസംഷൻ ഓഫ് ഷുഗർ. അപ്പം പറ്റുന്നത്ര ഒന്ന് ഷുഗർ ഒന്ന് കൺസംഷൻ കുറച്ച് നോക്കിക്കോ, ബോഡിക്ക് താനേ ഒരുതരം എനർജി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അത് കുട്ടികളുടെ കാര്യത്തിലും വളരെയധികം ശരിയാണ്. പറ്റുന്നത്രയും കുട്ടികളെ പിന്നെ ഷുഗർ കൺസംഷൻ കുറക്കുക. പിന്നെ ഒരു സ്വഭാവമുണ്ട് നമുക്ക്, ചോറിങ്ങനെ വല്ലാണ്ടങ്ങ് ചോറ് കുട്ടികളെ ഇങ്ങനെ വാരി തീറ്റിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പിന്നെ പറയും കുട്ടികൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കൂലെന്ന്. KFCയിൽ കൊണ്ടുപോക്കിയേ, അല്ലെങ്കിൽ അത് ആ പാർഷ്യയിലുള്ള ഒരു ലോഡഡ് ഫ്രൈസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോക്കിയേ, അത് പൊട്ടറ്റോ എന്നാണ് അതിൻ്റെ പേര്, അതൊരു വെജിറ്റബിളാണ്. ഇതിങ്ങനെ വാരി തിന്നുന്ന കാണാം കുട്ടികൾ. വെജിറ്റബിൾ അല്ലേ ഇത്? കഴിക്കും. എന്തുകൊണ്ടാണ് കഴിക്കാത്ത? ഭംഗിയിൽ വിളമ്പാൻ നമുക്കറിയാത്തതുകൊണ്ടാണ്. പലതും പല സൂത്രങ്ങളിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞാനിപ്പം എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളുള്ള സമയത്ത് ക്യാരറ്റ് പുഴുങ്ങിയിട്ട്, അതിൻ്റെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ ഇടും. അപ്പോൾ അതും കൂടെ അതിനകത്തേക്ക് പോയി. ചിലപ്പം റാഗീൻ്റെ പൊടിയെടുത്ത് നല്ലോണം അരിച്ചിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ഇടും. അപ്പോൾ ഒരു ചോക്ലേറ്റ് കളർ ദോശ. എന്നിട്ട് മക്കളോട് പറയും ചോക്ലേറ്റ് ദോശ എന്നൊക്കെ. ഇപ്പോൾ അവരെന്നോട് ഒരുപാട് അതിനൊക്കെ പ്രതികാരമൊക്കെ തീർക്കുന്നുണ്ട്. ഞങ്ങളോട് എത്ര കള്ളം പറഞ്ഞു, ഞങ്ങളെ എത്ര പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയല്ലോ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്ത് തന്നെ നിങ്ങൾ ചെയ്താലും, എത്ര തന്നെ നമ്മൾ ചെയ്താലും നല്ല അമ്മ എന്നുള്ള സർട്ടിഫിക്കറ്റൊന്നും നിങ്ങൾക്ക് കിട്ടുമൊന്നുമില്ല. നല്ല ഉമ്മ എന്നൊന്നും ആരും പറയുകയില്ല. അത് എന്തായാലും എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും കുട്ടികൾ കണ്ടുപിടിക്കുകയും ചെയ്യും, നമ്മൾ അറിയാണ്ട് ചെയ്തു പോവുകയും ചെയ്യും. പക്ഷേ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, എത്രയാണോ ചെയ്യാൻ പറ്റുക, അത് നമ്മൾ നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. അത് ദയവായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് വീട്ടിലുള്ള ഹസ്ബൻഡും വൈഫും സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. സ്നേഹമില്ലാത്ത വീടുകളിൽ വളരുന്ന കുട്ടികൾക്ക് ഒരിക്കലും ബുദ്ധിയുള്ള മക്കളായിട്ട് വളരാൻ വേണ്ടിയിട്ട് പറ്റില്ല.
ഇനി പുറത്ത് പഠിക്കുന്ന ബുദ്ധി ഉണ്ടെങ്കിലും അവർക്ക് ആ ഒരു കോമൺ സെൻസ് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റൊരു കാര്യം തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളതും മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്ക് കൂടാതിരിക്കുക എന്നുള്ളതുമാണ്. നമ്മളുടെ പാരൻസിന് പല മനുഷ്യരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും, വലുതായി കഴിയുമ്പോൾ വല്യമ്മക്ക് വല്യപ്പാനെ കണ്ടുകൂടാ, വല്യപ്പാക്ക് വല്യമാനെ കണ്ടുകൂടാ. ഒരാളോട് ഒരാളുടെ പരാതി പറയുന്നുണ്ടാവും, മറ്റൊരാൾ പരാതി പറയുന്നുണ്ടാവും, രണ്ടാൾ 2 ബെഡിൽ കിടക്കുന്നുണ്ടാവും, 2 റൂമിൽ കിടക്കുന്നുണ്ടാവും. ഇങ്ങനത്തെയൊക്കെ അവസ്ഥ പല വീടുകളിലും കാണാറുണ്ട്. ഇപ്പോൾ ഗ്രേ ഡിവോഴ്സസും കൂടി വരികയാണ്. ഗ്രേ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ മുടി നരച്ച് കഴിഞ്ഞ മനുഷ്യർ തമ്മിലുള്ള ഡിവോഴ്സസ് കൂടി വരിക. എന്തുകൊണ്ടാണ്? സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ. ചെറിയ കാലം മുതലേ ഇയാളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പാട്രിയാർക്കൽ ഒരു സ്വഭാവം കാണിച്ചിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റാതെ എങ്ങനെയൊക്കെയോ സഹിച്ച് അവസാനം വലുതായി കഴിയുമ്പോൾ പോട്ടെ ഇനിയിപ്പോൾ ഇതിന് സഹിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പറഞ്ഞു തീർക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. തെറാപ്പി സെൻറ്റേഴ്സ് ഉണ്ട്, റിലേഷൻഷിപ്പ് കൗൺസിലേഴ്സ് ഉണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്. എവിടെ വേണമെങ്കിലും പോകാൻ നമുക്ക്. നമ്മളൊന്ന് നന്നാവുക, നമ്മളുടെ മക്കൾക്ക് നല്ല ജീവിതം കാണിച്ചു കൊടുക്കുക. നമ്മൾ കാണിച്ചത് കൊടുത്തത് മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ, അത് മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്നതൊന്നും ഒരിക്കലും നിങ്ങളുടെ കുട്ടികൾ അനുസരിക്കില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ട് പഠിക്കുകയാണ് നമ്മളുടെ കുട്ടികൾ ചെയ്യുക. അവർ തീർച്ചയായിട്ടും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങൾ പറയുന്ന വാക്കുകളാണ് നമ്മളുടെ മക്കൾ വേറൊരു വീട്ടിൽ പോയിട്ട് പറയുക. അവൻ്റെ വാപ്പാടെ വായിന്ന് വന്നതാണ് കുട്ടിയുടെ വായിന്ന് വരിക, ഉമ്മയുടെ വായിന്ന് വന്നതാണ് കുട്ടിയുടെ വായിന്ന് വരിക. അതുകൊണ്ട് നീ അങ്ങനെയൊന്നും പറയരുത് മോനെ, ഞാൻ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും, എനിക്ക് ദേഷ്യം വരുമ്പോൾ. പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിയും പറയും എനിക്കും ദേഷ്യം വരുന്നു. അപ്പോൾ കുട്ടിയും അതേപോലെ പറയാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് തന്ന സമയത്തിനേക്കാളും കൂടുതൽ എടുത്തു എന്ന് തോന്നുന്നു. കുറേ കുട്ടികൾ ഇവിടെ ഇരുന്ന് മടുത്തിട്ടുണ്ടാവും. അസംബ്ലിയിൽ 1 മണിക്കൂറൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഞാനിവിടെ നിന്നിട്ട് ഇവരെ വെറുപ്പിക്കേണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും എന്നെ ഇവിടത്തേക്ക് ക്ഷണിച്ചതിനും നിങ്ങളോടൊപ്പം സംസാരിക്കാനുള്ള ഒരു അവസരം തന്നതിനും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ആകെ കൂടി നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ കാണുമ്പോൾ ഈ മുഖം കോട്ടുന്നതിന് പകരം ഇങ്ങനെ കണ്ണ് വിഴിക്കുന്നതിന് പകരം ചിരിക്കുകയും സോഫ്റ്റായിട്ട് സംസാരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് ആവശ്യമില്ലാത്ത അഡ്വൈസസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുക. അവർ നമ്മളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിന് എന്തെങ്കിലും അഡ്വൈസസ് ഒക്കെ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് എനിക്ക് പ്രത്യേകം ഓരോരുത്തരോടും പറയാനുള്ള കാര്യമാണ്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടതിനും ഇവിടെ വിളിച്ചതിനും. ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് ഇങ്ങനെയുള്ള ടാലൻസ് ഉണ്ടാവട്ടെ, കുട്ടികൾ വളരട്ടെ. നജീബ് സാറ് പറഞ്ഞതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ കുട്ടികൾ വളരട്ടെ, അവിടേക്ക് എത്തട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കുട്ടികളൊക്കെ വളർന്നതും വലുതായതുമായതുപോലെ ഇവിടെയുള്ള കുട്ടികളും വളരുകയും വലുതാവുകയും അവരവരുടെ പേരുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന മനുഷ്യരായിട്ട് വളരുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.